ദേശീയ തലത്തിൽ ഏറ്റവും വലിയ പ്രതിഷേധമുയരുന്ന വിഷയമാണ് കൊൽക്കത്തയിലെ പി.ജി. ഡോക്ടറുടെ കൊലപാതകം. ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തിയെന്നാരോപിച്ച് ബി.ജെ.പി. പ്രവർത്തകരുടെ 12 മണിക്കൂർ ബന്ദും ഇന്ന് നടക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു പ്രതിഷേധത്തിന്റെ മറവിൽ ബി.ജെ.പി. പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ട് സംസ്ഥാനത്തെ ക്രമസമാധാനം ഇല്ലാതാക്കുകയാണെന്ന വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സ്വാതി സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. Swati, good morning. Good morning, Kavya. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധത്തിന് ഒരു നിലയ്ക്കും അയവില്ല. അത്രത്തോളം രൂക്ഷമായ പ്രതിഷേധം നീതി ലഭിക്കും വരെയുള്ള പോരാട്ടം എന്നത് ഈ ഡോക്ടർമാരുടെ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്കുള്ള പ്രതികരണം ബി ജെ പിക്കെതിരെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും കാവ്യ പറഞ്ഞതുപോലെ തന്നെ ഈ പി.ജി. ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി നടക്കുന്നൊരു സാഹചര്യം തന്നെയായിരുന്നു. അതിനിടെ കൊൽക്കത്തയിലും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നുഴഞ്ഞു കയറുകയും ആ പ്രതിഷേധം അക്രമാസക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളാണ് ബി.ജെ.പിക്കെതിരെ ഉയർന്നത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും തൃണമൂൽ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ചും ഈ കൊൽക്കത്തയിൽ പി.ജി. ഡോക്ടർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഈ കുറ്റവാളികൾക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സമീപനമാണ് മമതാ സർക്കാരും തൃണമൂലും കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമതയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇന്നലെ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വലിയ സുരക്ഷാ സന്നാഹങ്ങളും ക്രമീകരണങ്ങളും സെക്രട്ടേറിയറ്റിന് ചുറ്റും ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല പോലീസ് ആ പ്രതിഷേധത്തിന് അനുമതി നേരത്തെ തന്നെ നിഷേധിച്ചതുമാണ്. ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റും 6000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിച്ചുകൊണ്ട് 19-ലധികം പോയിന്റുകളിൽ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റിനെ ഏത് തരത്തിലും നശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അക്രമാസക്തമാകാതിരിക്കാനുള്ളൊരു ശ്രമം ഒക്കെ തന്നെയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയെങ്കിൽ പോലും ബി.ജെ.പി. പ്രവർത്തകരുടെ അതായത് ഈ വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലുടനീളം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധത്തിനിടയിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ മനഃപൂർവ്വം ഒരു വലിയൊരു രാഷ്ട്രീയ നാടകവുമായി മുന്നോട്ട് വന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പോലീസിനു നേരെ ഇവർ കല്ലെറിയുകയും അതിന് പിന്നാലെ പോലീസ് പ്രകോപിതരാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്കു നേരെയും പ്രതിഷേധക്കാർക്കു നേരെയും പോലീസിന് ഗ്രനേഡ് അടക്കം പ്രയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് പോലീസ് ലാത്തി വീശുകയും ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ ബി.ജെ.പി. നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയും തൃണമൂലും പ്രത്യാരോപണങ്ങൾ അതായത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തുമ്പോൾ പോലും ഇവിടെ നീതി ലഭിക്കാതിരിക്കുന്നത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും ഈ ബി.ജെ.പി. ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ക്രമസമാധാനം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നിരന്തരമായി നടത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് ഈ വിഷയത്തിൽ അതായത് ഇന്നലെ വിദ്യാർത്ഥികളോടുള്ള പോലീസ് നടപടിയിലാണ് ഇന്ന് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6 മണിയോടെ തന്നെയും ബന്ദ് ആരംഭിച്ചിട്ടുണ്ട്. വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമല്ല കൊൽക്കത്തയിലുള്ളത്. വലിയ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധത്തെ അതായത് വിദ്യാർത്ഥികളും ഡോക്ടർമാരും വളരെ മാതൃകാപരമായ പ്രതിഷേധം അവരുടെ കൃത്യമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രതിഷേധം സംഘടിപ്പിച്ചത്. വളരെ മാതൃകാപരമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. മമതാ സർക്കാരിനെതിരെ കൃത്യമായ നിലപാടുകൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ മമതാ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു സമീപനം നമുക്ക് മുന്നിലുണ്ട്. കുറ്റവാളികളെ സംരക്ഷിക്കുവാനുള്ള നീക്കം നടത്തുന്നു. മുൻ പ്രിൻസിപ്പൽ അടക്കം സന്ദീപ് ഘോഷിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും അയാൾക്കു നേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് തൃണമൂൽ സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ മമതയ്ക്കെതിരായ വലിയൊരു വികാരം പ്രതിഷേധക്കാരുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പോലും ബി.ജെ.പി. അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തെ ക്രമസമാധാന നില അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പി. കഴിഞ്ഞ ദിവസം മൊത്തവും നടന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ നടത്തിയ പ്രൊട്ടസ്റ്റിൽ കൊടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവുകയും പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നത്. വലിയൊരു കലാപ ഭൂമിയാക്കി പശ്ചിമ ബംഗാളിനെ മാറ്റാനുള്ളൊരു ശ്രമമാണ് ഈ പ്രക്ഷോഭത്തിന്റെ പേരിൽ ബി.ജെ.പി. നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായി സ്വാതി, താങ്ക് യു. എന്തായാലും വലിയ തോതിലുള്ള പ്രക്ഷോഭം അത് ദേശീയ തലത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നടക്കുന്നു എന്നതാണ് സ്വാതി വിവരങ്ങൾ നൽകിയത്.